നമസ്കാരം. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വ്യവസ്ഥകൾ പാലിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കുമെങ്കിലും മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പല കാര്യങ്ങൾക്കും കൂടുതൽ യാത്രകൾ വേണ്ടിവരും, ചർച്ചകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി ചെലവ് അനുഭവപ്പെടും. അതുകൊണ്ട് ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വാഹനോപയോഗം, പണം കൈകാര്യം ചെയ്യുക, കടം കൊടുക്കുന്നത് നിർബന്ധമായിട്ട് ഒഴിവാക്കണം. ഗതാഗത നിയമം തെറ്റിക്കാതെ ശ്രദ്ധിക്കണം. പൊതുവെ മനസ്സിന് കഴിവും പ്രാപ്തിയും അറിവും ഉണ്ടെങ്കിലും ഒരു കാര്യവും വേണ്ട വിധത്തിൽ വേണ്ട പോലെ നിവർത്തിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായതുകൊണ്ട് മനസ്സിനും ദേഹത്തിനും തൊഴിലിനും ഒരേപോലെ തന്നെ സമാധാനക്കേട് അനുഭവപ്പെടുവാനാണ് യോഗമുള്ളത്. അതുകൊണ്ട് പൊതുവെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതാണ്. വിനയം, ക്ഷമ, പക്വത എന്നിവ നിർബന്ധമായിട്ടും സ്വീകരിച്ച് ഏതൊരു കാര്യത്തെയും സമീപിച്ച് മാതാപിതാക്കളോ കുടുംബാംഗങ്ങളോ ജീവിത പങ്കാളിയോ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഏതൊരു കാര്യത്തെയും സമീപിക്കുന്നതും ഗുണകരമായി തീരും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിലാണെങ്കിൽ ഒരുപക്ഷെ സഹപ്രവർത്തകരും കീഴ് ജീവനക്കാരും കൂടി പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുന്നത് ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് വഴിയൊരുക്കുവാനും അബദ്ധങ്ങളെയും അനിഷ്ടങ്ങളെയും അതിജീവിക്കുവാനും ഒരു പരിധിവരെ സാമ്പത്തികമായിട്ടുള്ള അനിഷ്ടങ്ങളെയും മാനഹാനിയും ഒഴിവാക്കാൻ ഉപകരിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനും ചതയ നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. യൂട്യൂബ് പ്രേക്ഷകർ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ അറിയുന്നതിലേക്കും SMS അയക്കാം. പൊതു കാര്യങ്ങൾ അറിയുന്നതിലേക്കും ഈ ഒരു പങ്ക്തിയിൽ പരമാവധി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പലപ്പോഴും വ്യക്തി താല്പര്യം അറിയുന്നതിലേക്കായിട്ട് തന്നെയാണ് എല്ലാവർക്കും അത് തന്നെയാണ് താല്പര്യം ഉണ്ടാവുക. എന്നിരുന്നാലും അതിൽ പല കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നത്, പല കാര്യങ്ങളും അതിൽ ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുവാൻ പരമാവധി ശ്രമിക്കാം. അതെങ്ങനെയാണ് ജഗദീശ്വരനും ശാസ്ത്രവും തോന്നിക്കുന്നത് എന്ന് വരികിൽ അത് പറയാൻ ശ്രമിക്കാം എന്ന് മാത്രമാണ് ഇവിടെ ഈ ഒരു എൻ്റെ ധർമ്മം എന്ന് പറയുന്നു. ചതയ നക്ഷത്രത്തിൽ ജനിച്ച വിഷ്ണു ഉണ്ണി പാലക്കാട്ട് ജനിച്ച അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ 1993 ഏപ്രിൽ 17 പകൽ 1:55 ജനിച്ച ഈ ജാതകത്തിൽ കർക്കിടക ലഗ്നം, ലഗ്നത്തിൽ ചൊവ്വ, സർവേശ്വരകാരകനും ഭാഗ്യാധിപതിയുമായിട്ടുള്ള വ്യാഴം 3, 5 രാഹു, അഷ്ടമത്തിൽ ചന്ദ്രൻ, ശനി, 9 ശുക്രൻ, ബുധൻ, 10 സൂര്യൻ നല്ലതാണ്, 11 ഭാവത്തിൽ കേതുവും ആണ്. ഈശ്വരാധീനവും ഭാഗ്യവുമുണ്ട്. ആയുസ്സിന് ദൈർഘ്യമുള്ള ജാതകമാണ്. എൻജിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. PSC എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. ഗവൺമെൻറ് ജോലി ലഭിക്കുമോ എന്നുള്ളതൊക്കെയാണ് ഇതിൽ പ്രതിപാദ്യ വിഷയം. ജാതകത്തിൽ ആദ്യം പറയാനുള്ളത് ഈശ്വരാധീനവും ഭാഗ്യവും ഉണ്ട്. 10 സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ഗവൺമെൻറ് ജോലി കിട്ടും. എന്നാൽ കർമാധിപതിയായിട്ടുള്ള ചൊവ്വ ലഗ്നത്തിൽ കർക്കിടകം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ജോലിക്ക് പലപ്പോഴും ഇന്നൊക്കെ നമ്മളൊക്കെ ചെറുപ്പക്കാർ ടെസ്റ്റുകൾ എഴുതുമ്പോഴേക്കും ജോലി കിട്ടണം എന്നുള്ളൊരു ധാരണയാണ്. പൊതുവെ മിക്ക ചെറുപ്പക്കാരും തണലിൽ വളരുന്ന കുട്ടികളാണ്. അപ്പോൾ വെയിലിൻ്റെ ചൂടൊന്നും അവർക്ക് അറിയില്ല. അതായത് ധാരാളം ബുദ്ധിമുട്ടി പ്രയത്നിച്ചുകൊണ്ട് പല നമ്മുടെയൊക്കെ അച്ഛനമ്മമാരും മുത്തശ്ശൻ മുത്തശ്ശിമാരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന ആ ഒരു സാഹചര്യങ്ങളൊക്കെ അവർക്കൊന്നും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുക. അതൊക്കെ അച്ഛനമ്മമാരൊക്കെ പഴയ പുരാണവും ചരിത്രമൊക്കെ പറയും, അതൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട യാതൊരു ആവശ്യമില്ല, ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, അതന്നെ കേൾക്കാൻ സമയമില്ല. അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ. എന്തായാലും ആയിക്കോട്ടെ. 10 വയസ്സാവുന്നത് വരെ രാഹുദശാകാലം ബാലാരിഷ്ട കാലമായിരുന്നു. 26 വയസ്സ് വരെയുള്ള വ്യാഴദശാകാലം നല്ലതാണ്. അതായത് 2019 ഏപ്രിലിൻ്റെ ഉള്ളിൽ ജോലിക്ക് ശ്രമിച്ച് ഈ ജോലിയിൽ എങ്ങനെയെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള ജോലിയിൽ എത്തിച്ചേരുന്നത് നന്നായിരിക്കും. ഈ കാലം കഴിഞ്ഞ് 29 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കുന്ന ദശാകാലം അത്ര നന്നല്ലാത്തതാണ്. അതായത് 29 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ 38 വയസ്സ് വരെയുള്ള 48 വയസ്സ് വരെയുള്ള ശനിദശാകാലം ബലഹീനനായിട്ടുള്ള ശനി ആയതുകൊണ്ട് വിചാരിച്ച പോലെ നേട്ടം കുറയും.
ഇനി ഒരു ഉദ്യോഗത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ ധാരാളം വർദ്ധിക്കും എന്നുള്ളൊരു തോന്നലും മനസ്സിലുണ്ടാവണം. കർമാധിപതിയായിട്ടുള്ള ചൊവ്വയ്ക്ക് ബലഹാനിയുള്ളത് കൊണ്ട് തൊഴിൽ ചെയ്യുന്ന കാലം അത്രയും ഭഗവതിക്ക് വഴിപാടുകൾ നടത്തണം. അടിമക്കാവിലെ ജോലിയിൽ ഓരോരോ നേട്ടവും ഉണ്ടായാൽ അപ്പോഴൊക്കെ ഭഗവതി ക്ഷേത്രത്തിൽ കെടാവിളക്കിനോ ചുറ്റുവിളക്കിനോ നടത്തിക്കൊള്ളേണ്ടതുമാണ്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്കായിട്ട് ശ്രമിക്കുകയും ഭഗവതിക്ക് ചുറ്റുവിളക്ക് നടത്താമെന്ന് നേരുകയും ഗുരുവായൂര് 41 പ്രദക്ഷിണവും 41 നമസ്കാരവും നടത്താമെന്ന് നേരുകയും ചെയ്യുന്നത് 2019 ഏപ്രിലിൻ്റെ ഉള്ളിൽ ഒരു ജോലിയിൽ കയറുവാൻ, ഗവൺമെൻറ് ജോലി കിട്ടുവാൻ ഉപകരിക്കും എന്നതാണ് പറയേണ്ടത്. ഗുരുവായൂർ 41 പ്രദക്ഷിണം 41 നമസ്കാരം എന്ന് പറയുമ്പോൾ ശയന പ്രദക്ഷിണമൊന്നും വേണ്ട. സാധാരണ പ്രദക്ഷിണം, കൊടിമരത്തിൻ്റെ അവിടെ നിൽക്കുക, നമസ്കരിക്കുക, ഒരു പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുക, ആദ്യം നമസ്കരിക്കുക, ആദ്യ പ്രദക്ഷിണം വയ്ക്കുക, നമസ്കരിക്കുക, അങ്ങനെ വിഷ്ണു വസ്തു നമസ്കാരം എന്നാണ് പറയുക. വിഷ്ണുവിന് ഏറ്റവും പ്രധാനം അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പള്ളികളിലൊക്കെ തന്നെ പണം ധാരാളം അവിടെ കൊണ്ട് ഭണ്ഡാരത്തിൽ കൊണ്ടിടലല്ല പ്രധാനം. നമ്മുടെ അവിടെ ചെന്നിട്ടുള്ള ദർശനവും ഉപാസനകളും പ്രാർത്ഥനകളും അതുതന്നെയാണ് ഏറ്റവും, അവരവരുടെ പ്രാർത്ഥനകൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. മറ്റൊരാളെ പൂജകളും പരിഹാരങ്ങളും ഏൽപ്പിക്കലല്ല ഒരു ഈശ്വര പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഈശ്വര ആരാധനയുടെ സത്ത് അവരവർ തന്നെ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു നേർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2019 ഏപ്രിലിൻ്റെ ഉള്ളിൽ ജോലി കിട്ടും, യാതൊരു സംശയവുമില്ല. അനുകൂലമായിട്ടുള്ള ജോലി കിട്ടാനാണ് യോഗമായി കാണുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വരുന്ന ടെസ്റ്റുകളെല്ലാം തന്നെ എഴുതുക. പ്രൈവറ്റ് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കയറുക. ശമ്പളം കുറച്ച് കുറവാണെങ്കിലും ബോണ്ടൊന്നും ഇല്ലാത്ത വിധത്തിൽ ജോലിയിൽ കയറുക എന്നിവയാണ് വേണ്ടത്. നമസ്കാരം.